ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പുതിയൊരു വണ്ടി കൊണ്ടാണ് ഗൈസ് വന്നിരിക്കുന്നത്. പുതിയതല്ല, പഴയ വണ്ടി തന്നെയാണ്. നമ്മളാണെങ്കിൽ നേരത്തെ ഈ ബാരറ്റ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് ഗൈസ്. അത് നമ്മൾ ഈ ഫൈൻഡ് ചെയ്യണം. ഈ ഓരോ ഇടത്തൊക്കെ കാണും കൊച്ചൊരു ഇതുപോലെ, അതിനകത്ത് വണ്ടി കാണും. അത് നമ്മൾ റിക്കവർ ചെയ്തെടുക്കണം. അങ്ങനെ കിട്ടിയൊരു മുതലാണിത്. ഇതിങ്ങനെയൊന്നും അല്ലായിരുന്നു. നമ്മളിത് മോഡിഫിക്കേഷനൊക്കെ ചെയ്ത് ചെറുതായിട്ട് കിറ്റും കാര്യങ്ങളൊക്കെ കയറ്റി നമ്മൾ ഫുള്ള് പവർ അപ്ഗ്രേഡ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു മുതൽ തന്നെയാണ്. ഇതൊരു JDM തന്നെയാണ് ഗൈസ്. ശരിക്കും പറഞ്ഞാൽ ഗൈസ് ഇത് 1998 സുബ്രു എന്ന് പറഞ്ഞൊരു വണ്ടിയാണ് ഗൈസ്. ഇതിൻ്റെ മോഡലിൻ്റെ ഒരു പേര് തന്നെയുണ്ട്, സുബ്രു എന്നാണ് ഇതിൻ്റെ ഒരു കമ്പനിയുടെ പേര് ഗൈസ്. ഈ ഒരു മോഡലിൻ്റെ പേരാണ് ഇംപ്രേസ 22B STI എന്നാണ് ഗൈസ്. ഇതൊരു JDM തന്നെയാണ് ഗൈസ്. ഇതൊരു അടിപൊളി JDM തന്നെയാണ് ഗൈസ്. ഇവൻ്റെ പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പവറില്ല ഗൈസ്, കാരണം ഞാനാണ് ഇത് പണിത്. അതുകൊണ്ട് വലിയ പവർ എനിക്ക് ഉറപ്പാണ്, 100% ഉറപ്പാണ്, വലിയ പവറില്ല. എന്നാലും ഗൈസ് ഇതിൻ്റെ ലാസ്റ്റ് ഇത് നമ്മൾ ട്രാക്ക് അടിക്കുന്നുണ്ട്, അപ്പോൾ അറിയാം ഗൈസ് ഇവൻ എന്താണ് സാധനമെന്ന് ഗൈസ്. പിന്നെ എന്താ പറയുക, നമുക്ക് കുറേ കമൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഗെയിം ഇപ്പോൾ അവൈലബിൾ ആണോ, ഈ ഗെയിം വാങ്ങാൻ പറ്റുമോ, ഈ ഗെയിം എങ്ങനെ എടുക്കാം, ഇതിൻ്റെ ക്രാക്ക് എടുക്കാൻ പറ്റുമോ ഗൈസ്. ഇതിൻ്റെ ക്രാക്ക് എടുക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ നല്ല ക്രാക്ക് എടുത്തില്ലെങ്കിൽ നല്ല പണിയും കിട്ടും. ലാപ്ടോപ്പൊക്കെ വേണേൽ കത്തിപ്പോകും ഗൈസ്, അങ്ങനത്തെ ഒരു പരിപാടിയുണ്ട്. പിന്നെ ഈ ഒരു ഗെയിം ഇനി കിട്ടത്തില്ല, ഇത് ഡീലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വേണമെങ്കിൽ ഏതെങ്കിലും സ്റ്റീം അക്കൗണ്ടൊക്കെ ഇങ്ങനെ എന്താ പറയുക സെല്ല് ചെയ്യുന്ന ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ കാണും, ഓരോ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ സെല്ല് ചെയ്യുന്ന കാണും. അതിനകത്ത് എന്തായാലും ഇങ്ങനത്തെ ഗെയിം പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നോക്കുക, നിങ്ങൾ ചോദിക്കുക. ഇങ്ങനത്തെ ഗ്രൂപ്പുകൾ കാര്യങ്ങളൊക്കെ കാണും, അതിലൊക്കെ എന്തെങ്കിലും ജോയിൻ ചെയ്ത് ചോദിക്കുക. ട്രസ്റ്റബിളായിട്ട് സ്വന്തം റിസ്ക് മാത്രം ചെയ്യുക ഗൈസ്. എന്നിട്ട് ആ ഒരു അക്കൗണ്ട് വാങ്ങുക ഗൈസ്. അങ്ങനെ നിങ്ങൾക്ക് കളിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷനാണ് ഈ ക്രാക്ക് ഗൈസ്. ക്രാക്ക് ഞാൻ പറഞ്ഞല്ലോ, ഒന്നാമതായാലും ലാപ്ടോപ്പ് പോവും ഗൈസ്, ഉറപ്പായിട്ട് സ്ലോ ആവും ലാപ്ടോപ്പ്. പിന്നെ ഒരു ഗുണവും ഇല്ലാതാവും ഗൈസ്. നല്ല ലാപ്ടോപ്പൊക്കെ ആണെങ്കിൽ വെറുതെ പോവും. നല്ല ക്രാക്കൊക്കെ എടുത്തു കഴിഞ്ഞാൽ, നല്ല ക്രാക്ക് എന്നല്ല, ഈ ക്രാക്ക് ഭയങ്കരമായിട്ട് ഇതുണ്ടെങ്കിൽ ഗൈസ് ലാപ്ടോപ്പൊക്കെ അടിച്ചു പോകും, ഉള്ള കാര്യം പറയാം. എൻ്റെ ആണെങ്കിൽ ഗൈസ് ഞാനിത് പർച്ചേസ് ചെയ്ത ആണ് എത്ര 200 ചില്ലാൻ രൂപ എങ്ങാണ്ട് നൈസായിട്ട് കിട്ടി ഗൈസ്. നമ്മൾ ചുമ്മാ പൈസ കളയുന്നുണ്ട് അതിനും ഇതിനുമൊക്കെ. ഞാനപ്പോൾ നൈസായിട്ട് വെച്ച് 200 ചില്ലാൻ രൂപയ്ക്ക് ഗൈസ് നമ്മളിത് പർച്ചേസ് ചെയ്തു. ഒരു 200 രൂപയാന്ന് തോന്നുന്നു നമ്മൾ ഈ ഒരു സാധനം അങ്ങ് പർച്ചേസ് ചെയ്തു. അതുകൊണ്ടാണ് നമ്മളിത് നൈസായിട്ട് അറിയാം. എനിക്ക് പിന്നെ ഈ ഒരു ഗെയിം ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമുള്ളൊരു ഗെയിമാണിത്. അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ ഈ ഒരു ഗെയിമും കൊണ്ട് ഇപ്പോൾ വരുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു വണ്ടി പണിത ഗൈസ് അടിപൊളിയായിട്ട് പണിതിട്ടുണ്ട്. അതായത് ഞാൻ കിറ്റും കാര്യങ്ങളൊക്കെ കയറ്റി ബാക്കിലത്തെ ഗൈസ് ആ ബ്രേക്ക് ലൈറ്റിൻ്റെ ഭാഗത്തൊക്കെ ഉള്ളത് കിറ്റാണ്. ഇങ്ങനെയൊന്നും അല്ലായിരുന്നു സംഭവം വരുന്നത്. പിന്നെന്താ ഗൈസ്, എനിക്ക് ഇതിൻ്റെ റിമ്മും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു ഭയങ്കരമായിട്ട് ഗൈസ്. എനിക്ക് ഈ വണ്ടിയുടെ ലുക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, സൗണ്ടും നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല രസമാണ് ഗൈസ്. നമ്മൾ ഈ ഒരു വണ്ടി ഓടിക്കാൻ അടിപൊളിയാണ്. നമുക്ക് മര്യാദയ്ക്ക് വണ്ടി ആസ്വദിച്ച് ഓടിക്കാനാണെങ്കിൽ ഈ വണ്ടി അടിപൊളിയാണ്. ഭയങ്കര അഗ്രസീവ് മോഡ് വേണമെങ്കിൽ ഗൈസ് വേറെ ഏതെങ്കിലും വണ്ടി സെലക്ട് ചെയ്യേണ്ടി വരും. പിന്നെ ഗൈസ് അഗ്രസീവ് മോഡ് ഇതിനില്ലെന്നല്ല, നല്ല അഗ്രസീവ് മോഡൊക്കെ ഉള്ള വണ്ടി തന്നെയാണ്. നമുക്കത് ട്രാക്ക് ചെല്ലുമ്പോൾ മനസ്സിലാവും ഇത് എത്രത്തോളം അഗ്രസീവ് മോഡുണ്ട് ഇല്ല എന്നൊക്കെ. നമുക്ക് ട്രാക്ക് ചെല്ലുമ്പോൾ ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇവന് എത്ര പവർ ഉണ്ടെന്ന് നമുക്ക് ട്രാക്ക് ചെല്ലുമ്പോൾ അറിയാം ഗൈസ്. അതും അല്ലാതെ നമുക്ക് വേണമെങ്കിൽ ഞാൻ ഒന്ന് ഊരി പണിത് നോക്കാം ഗൈസ്. അതായത് ഞാൻ ഇപ്പോൾ പണിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ രീതിയാണ്. ആ ഒരു രീതി മാറ്റി വേറെ രീതി പണി നോക്കാം. ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ നടന്നാലും ഗൈസ്. അങ്ങനെ നല്ല രീതിയിൽ പണി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഇവൻ്റെ വണ്ടി കൊണ്ട് തന്നെ വരും. അതായത് ഇവനെ കൊണ്ട് തന്നെ നമ്മൾ വീണ്ടും വരും ഉറപ്പായിട്ടും ഗൈസ്. നമ്മുടെ വണ്ടിയുടെ സൗണ്ട് നൈസാണ്. നമുക്ക് എന്തായാലും നിങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാവും ഗൈസ്. നമുക്ക് ഇപ്പം ഞാൻ കേൾപ്പിച്ച് തരാം ഗൈസ്. ഇതിൻ്റെ സൗണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഞാൻ സൗണ്ട് കൂടെ കൂട്ടിയിട്ട് തരാം. ഈ കാറിൻ്റെ സൗണ്ടിൻ്റെ ഇതിലൂടെ നമ്മുടെ സിസ്റ്റത്തിൻ്റെ സൗണ്ട് കൂടെ കൂട്ടിയിട്ട് തരാം. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നൈസായിരിക്കും. ഓക്കെ ഗൈസ്, സൗണ്ട് കേട്ടോ ഗൈസ്. ഇതാണ് സാധനം, ഇതാണ് ഈ ഒരു സൗണ്ടാണ്, അടിപൊളി സൗണ്ടാണ് ഗൈസ്. പിന്നെ ഈ ഒരു ലുക്ക്, ഈ ഒരു സൈഡിൽ നിന്നുള്ള ലുക്ക് നിങ്ങൾ നോക്കി, അടിപൊളി ലുക്കല്ലേ ഗൈസ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു വണ്ടി പണിതതും ഈ ഒരു റിമ്മും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. എന്തായാലും കൊള്ളാം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. നമുക്ക് നേരെ നമ്മുടെ ട്രാക്കിലേക്കുള്ള റോഡിലോട്ട് കയറി നമുക്ക് നേരെ നമ്മുടെ ട്രാക്കിലേക്ക് പോവാം.
ഓക്കെ ഗൈസ്, നമ്മൾ ട്രാക്ക് ഓടാൻ തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ട്രാക്കിലോട്ട് ചെല്ലാറായി. ഏകദേശം ഒരു 4.2 കിലോമീറ്ററൂടെ ഉള്ളൂ ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മുടെ സമ്മർ സീസൺ വരാൻ പോവാണ്. ഏകദേശം ഒരു 60 മിനിറ്റിനുള്ളിൽ നമ്മുടെ സമ്മർ സീസൺ വരുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഗൈസ്. ഇപ്പോൾ ഇടിച്ചേനെ നല്ല സ്പീഡ് വന്നിട്ട് തിരിക്കുകയായിരുന്നെങ്കിൽ അവനെ കൂടി ഇടിച്ചാൽ കളയായിരുന്നു. എന്തായാലും കൊള്ളാം. നമുക്ക് നേരെ അങ്ങോട്ട് പോകാം ഗൈസ്. ഇനി കുറച്ചുകൂടെ ഉള്ളൂ, ഏകദേശം ഒരു 3.6 കിലോമീറ്റർ ഗൈസ്. അതുപോലെ തന്നെ വേറൊരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, BMW. പുള്ളി ഒരു BMW ബിഗ് ഫാനാണ്. പുള്ളിക്ക് BMW M5 കോമ്പറ്റീഷൻ കൊണ്ടുവരാമെന്നാണ് ചോദിച്ചത്. എന്തായാലും നമുക്ക് ആ ഒരു വണ്ടി ഇവിടെ അവൈലബിൾ അല്ല. അതുകൊണ്ട് നമ്മൾ അതിന് പകരം നല്ലൊരു BMW നമ്മൾ കൊണ്ടുവരും ഗൈസ്. നല്ലൊരു BMW കൊണ്ടുവരും. നമുക്ക് ഒരെണ്ണം ഉണ്ട് ഗൈസ്, അത് പക്ഷേ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അത് കുറേ നേരമല്ല, കുറച്ച് സമയം കൂടെ എടുക്കണം, എന്നാലേ നമുക്കത് കിട്ടത്തുള്ളൂ. അപ്പുറത്തേലും നമ്മുടെ ചാനൽ ഒരു വഴിയാവും. പുള്ളി ഇത് എന്താ പറയുക, നമ്മുടെ സബ്സ്ക്രൈബർ നമുക്ക് നോക്കിയിരിക്കുകയായിരിക്കും. അതുകൊണ്ട് നമ്മൾ വേറൊരു BMW നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ളത് ഒരു നല്ലൊരു BMW കൊണ്ടുവരാൻ നമ്മൾ നോക്കും. അത് നല്ല രീതിയിൽ പണിത് നമ്മൾ കൊണ്ടുവരും ഗൈസ്. അതിന് തന്നെ ഇരിക്കുകയാണ് ഞാൻ. നമുക്ക് എന്തായാലും നമ്മളത് കൊണ്ടുവരും ഗൈസ്, ഉറപ്പായിട്ടും ഗൈസ്. ഏകദേശം 9.8 കിലോമീറ്ററൂടെ ഉള്ളൂ ഇവിടെ നിന്ന് ഗൈസ്. നമ്മുടെ സുബ്രു കൊള്ളാൻ തോന്നുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് അറിഞ്ഞൂടാ ഗൈസ്. എനിക്ക് സുബ്രു എന്നാണെന്ന് തോന്നുന്നു ഗൈസ് പറയുന്നത്. സുബ്രു എന്നാണെന്ന് തോന്നുന്നു. കാരണം ഞാൻ എന്തോ ഒരു യൂട്യൂബിലെ വീഡിയോക്കകത്ത് കണ്ടപ്പോഴും നമ്മൾ പറയുന്നത് ഈ ഒരു വണ്ടിയുടെ പേരെന്ന് വെച്ചാൽ സുബ്രു എന്നാണ്. അത് ജാപ്പനീസ് എന്തോ പുള്ളിയാണ്, JDM ആണെന്നൊക്കെ പുള്ളി പറയുന്നുണ്ട്. പുള്ളി പറയുന്നുണ്ട്. എന്തായാലും നമ്മൾ നേരെ നമ്മുടെ ട്രാക്കിലേക്ക് വന്നിട്ടുണ്ട് ഗൈസ്. ഇനി ഇവിടെ നിന്നാണ് ഓരോ കാര്യങ്ങളുടെ ആരംഭം ഗൈസ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങാം ഗൈസ്. നൈസായിട്ട് വെള്ളമൊക്കെ ഉണ്ട് റോഡിൻ്റെ സൈഡിലൊക്കെ ഗൈസ്. അതൊക്കെ അടിച്ച് തെറിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ ഗൈസ് എനിക്ക് പെയിൻറ്റും കാര്യങ്ങളും ഇഷ്ടപ്പെട്ടു കേട്ടോ. പെയിൻറ്റും കാര്യങ്ങളും വണ്ടിയുടെ ആ ഒരു പണിയും ഗൈസ്, അതൊക്കെ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടു എന്ന് കമൻറ്റ് ചെയ്യുക. ഏതെങ്കിലും വണ്ടി വേണമെങ്കിലും കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഫ്രണ്ട്സൊക്കെ ഒന്നിച്ച് കളിക്കുന്നുണ്ടെങ്കിലും നമ്മളോട് പറയാം, നമുക്ക് ഒന്നിച്ച് കളിക്കാം ഗൈസ്. ഓക്കെ, നമുക്കിനി നേരെ നമ്മുടെ ടണലിലേക്ക് വിടാം. ടണലിൽ വിട്ടിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഗൈസ് വണ്ടി ഒന്ന് ജസ്റ്റ് റേസ് ചെയ്യാം ഗൈസ്. ഓക്കെ, നമ്മുടെ വണ്ടി ഇപ്പോൾ ഒരു കിട്ടിയില്ല ലുക്കിലോട്ടായിട്ടുണ്ട്. ഏതാ ലുക്ക് കിട്ടിയില്ല ലുക്കാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഒന്നാമത് ഈ വണ്ടി വെളിയിൽ നിന്ന് കാണുമ്പോൾ തന്നെ ഭയങ്കര ലുക്കായിട്ടാണ് തോന്നിയത്. ടണലിനകത്ത് കയറിയപ്പോൾ കുറച്ചുകൂടെ എവിടൊക്കെയോ തിളങ്ങി എന്തൊക്കെയോ ആയിട്ട് ഒരു കിട്ടിയില്ല ലുക്കായിട്ടുണ്ട് ഗൈസ്. നമ്മൾ വണ്ടിക്ക് പവറും കാര്യങ്ങളും സൗണ്ടും ഒക്കെ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ അറിയാം ഗൈസ്. നമ്മൾ പവർ ഇപ്പോൾ ടെസ്റ്റ് ചെയ്യാം ഗൈസ്. നമ്മുടെ ലൈറ്റൊക്കെ ഓണാണ്, സെറ്റാണ് ഗൈസ്. വണ്ടിയൊക്കെ സെറ്റാണ്. ഇച്ചിരി ബാക്കിലോട്ട് ഇറക്കാം, കുറച്ചുകൂടെ പോട്ടെ അല്ലേ, കുറച്ച് ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ട് അടിക്കാം ഗൈസ്. കാരണം അല്ലേ നമ്മൾ കുറേ ഫ്രണ്ടിലായി പോകും. പിന്നെ ലാസ്റ്റ് ഗൈസ് നമ്മുടെ സ്പീഡോ എന്താ പറയുക, ഒരു ടോപ്പ് സ്പീഡ് ചെല്ലുന്നതിന് മുന്നേ നമുക്ക് വളവ് വരും. വളവ് വന്നു കഴിഞ്ഞാൽ ഗൈസ് അറിയാലോ, നമുക്ക് വണ്ടി അങ്ങോട്ട് കയറി വരത്തില്ല. പിന്നെ വളവ് വന്നു കഴിഞ്ഞാൽ ഗൈസ് നമ്മൾ അടിച്ച് ട്രാക്കിന് അപ്പുറത്ത് പോകും. കാരണം അത്രയും പവറി വരുന്നതുകൊണ്ട് ഗൈസ് നമ്മൾ എന്തായാലും വണ്ടി എടുത്തിട്ടുണ്ട് ഗൈസ്. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് വെച്ചാൽ അത്രയും പവറി വരുമ്പോൾ നമ്മൾ അപ്പുറത്ത് പോകും ഗൈസ്. 4ാമത്തെ ഗിയർ 271 ഗൈസ്. 5ാമത്തെ ഗിയറായി ഗൈസ്. 313 329 36 ഗൈസ്. 5ാമത്തെ ഗിയർ 336 ഗൈസ്. 6ാമത്തെ ഗിയർ അത് വെച്ച് നോക്കുമ്പോൾ 400 വരണം എന്നാണ് ഗൈസ്. ഏകദേശം 369 ഗൈസ്. 374 75 76 77 78 79 ഗൈസ്. 380 കയറി പിന്നെ ഇറങ്ങി ഗൈസ്. 378 ഗൈസ്. 378 ഗൈസ്. കുറച്ച് കിലോമീറ്റർ, ഒരു 30 കിലോമീറ്റർ സ്പീഡല്ല 40 കിലോമീറ്റർ സ്പീഡ് ഉണ്ടെങ്കിൽ നമ്മൾ 400 അടിച്ചേനെ. പക്ഷേ അതിനപ്പോഴത്തേലും വളവുമായി നമ്മൾ നേരെ ട്രാക്കിൽ നിന്ന് തെറിച്ച് ഇപ്പുറത്തോട്ട് വന്നിട്ടുണ്ട് ഗൈസ്. എന്തായാലും കൊള്ളാം. ഇങ്ങനെ തന്നെ നമുക്കങ്ങ് ഓടിച്ചങ്ങ് പോയേക്കാം നൈസായിട്ട് ഗൈസ്. ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഗൈസ്, ഇത്ര നമുക്ക് പറയാനുള്ളൂ. നമ്മുടെ വണ്ടിക്ക് ഏകദേശം 374 ഗൈസ്. എന്തായാലും അത്രയും പവറേ ഉള്ളൂ. നമുക്ക് നേരെ നമ്മൾ റിംഗ് റോഡിലോട്ട് വന്നിട്ടുണ്ട് ഗൈസ്. ഇവിടെ നിന്ന് ഒരു റൗണ്ട് അടിച്ച് നോക്കും. വീഡിയോ വൈൻഡപ്പ് ചെയ്തേക്കാം.
ഗൈസ് എന്തായാലും കൊള്ളാം. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഫ്രണ്ട്സൊക്കെ കളിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പറയാം, നമുക്ക് ഒന്നിച്ച് കളിക്കാം. പിന്നെന്താ ഗൈസ്, നിങ്ങൾക്ക് ഏതെങ്കിലും വണ്ടി വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക, നമ്മൾ റെസ്പോൺസ് തരുന്നതായിരിക്കും. ഓക്കെ, ബായ്.